ഹായ് എല്ലാവർക്കും BSc മാസ്റ്ററിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിൻ്റെ പാർട്ട് 2 ആണ്. ഓൾറെഡി പാർട്ട് 1 നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. BFA പരീക്ഷയ്ക്ക് ആവശ്യമായ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരം കളയാതെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഗ്രാമീണ റോഡുകൾ കൃത്യമായി തിരിച്ചറിയാൻ ഓരോ റോഡിനും നൽകുന്ന പ്രത്യേക ഡിജിറ്റൽ കോഡ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. GPIN ആണ് കേട്ടോ. GPIN ഫുൾ ഫോം ഓർത്ത് വെക്കണം, മറന്നു പോകരുത്. ജിയോ റെഫറൻസ്ഡ് പോസ്റ്റ് കോഡ് ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്നാണ്. രണ്ടാമത്തെ ചോദ്യം, 2026 TA മജീദ് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ആര്? 2026 TA മജീദ് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ആര്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. കെ പ്രകാശ് ബാബു ആണ് 2026 TA മജീദ് സ്മാരക പുരസ്കാരത്തിന് അർഹനായത്. മൂന്നാമത്തെ ചോദ്യം, സ്വയം ചിന്തിക്കാനും മനുഷ്യനെ പോലെ ഏത് കാര്യവും ഗ്രഹിക്കാനും ശേഷിയുള്ള ആധുനിക കൃത്രിമ ബുദ്ധി സംവിധാനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ശരിയായ ഉത്തരം ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്നാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. കൊച്ചി കോർപ്പറേഷൻ കൊതുക് നശീകരണത്തിനായിട്ട് ഏത് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനാണ് പരിഗണിക്കുന്നത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഡ്രോണുകളാണ്. അഞ്ചാമത്തെ ചോദ്യം, ഏഷ്യൻ ഗെയിംസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇനി മുതൽ നേരിട്ട് പ്രഖ്യാപിക്കുന്നത് ആരാണ്? ഏഷ്യൻ ഗെയിംസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇനി മുതൽ നേരിട്ട് പ്രഖ്യാപിക്കുന്നത് ആരാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. കേന്ദ്ര കായിക മന്ത്രാലയമാണ്. ആറാമത്തെ ചോദ്യം, 2026 ജൂലൈ 4 ഏത് ചരിത്രപ്രധാനമായ പ്രഖ്യാപനത്തിന്റെ 250-ാം വാർഷികമാണ്? 2026 ജൂലൈ 4 ഏത് ചരിത്രപ്രധാനമായ പ്രഖ്യാപനത്തിന്റെ 250-ാമത്തെ വാർഷികമാണ്? ഏതാണ്? ഓപ്ഷൻ ബി അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. ഏഴാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3 ലാൻഡിംഗ് നടത്തിയ ശിവശക്തി പോയിന്റിലെ മണ്ണും പാറയും അന്റാർട്ടിക്കയിൽ നിന്ന് കണ്ടെത്തിയ ഏത് ഉൽക്കയുമായാണ് രാസഘടനയിൽ സമാനത പുലർത്തുന്നത്? ചന്ദ്രയാൻ 3 ലാൻഡിംഗ് നടത്തിയ ശിവശക്തി പോയിന്റിലെ മണ്ണും പാറയും അന്റാർട്ടിക്കയിലെ നിന്ന് കണ്ടെത്തിയ ഏത് ഉൽക്കയുമായിട്ടാണ് രാസഘടനയിൽ സമാനത പുലർത്തുന്നത്? ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ എ ആണ് കേട്ടോ. ALHA 81005 ഈ ഉൽക്കയുമായിട്ടാണ് ചന്ദ്രയാൻ 3 ലാൻഡിംഗ് നടത്തിയ ശിവശക്തി പോയിന്റിലെ മണ്ണും പാറയും സമാനത പുലർത്തുന്നത്, രാസഘടനയിൽ സമാനത പുലർത്തുന്നത്. എട്ടാമത്തെ ചോദ്യം, കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിനെ പ്രത്യേക സ്വയംഭരണ പദവി നൽകുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിന് പ്രത്യേക സ്വയംഭരണ പദവി നൽകുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ ബി അനുച്ഛേദം 371 ആണ്. ഒമ്പതാമത്തെ ചോദ്യം, കേരളത്തിലെ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും മാനസികാരോഗ്യം ഉറപ്പാക്കുന്നതിനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ജീവനി. ഓപ്ഷൻ എ ജീവനി. കേരളത്തിലെ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും മാനസികാരോഗ്യം ഉറപ്പാക്കുന്നതിനും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏത്? ജീവനി. പത്താമത്തെ ചോദ്യം, ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഭ്രമണപഥത്തിൽ ഉപഗ്രഹങ്ങളെ എത്തിക്കാൻ ശേഷിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ നിർമ്മിത റോക്കറ്റ് ഏതാണ്? ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഭ്രമണപഥത്തിൽ ഉപഗ്രഹങ്ങളെ എത്തിക്കാൻ ശേഷിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ നിർമ്മിത റോക്കറ്റ് ഏത്? ഓപ്ഷൻ എ വിക്രം 1. 11ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ഏതാണ്? അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ വൈഭവ് സൂര്യവംശി. ഓക്കെ അല്ലേ? 12ാമത്തെ ചോദ്യം, ബഹിരാകാശ സഞ്ചാരികളെ സുരക്ഷിതമായിട്ട് ഭൂമിയിൽ തിരിച്ചിറക്കുന്നതിനുള്ള പാരച്യൂട്ട് സംവിധാനം പരീക്ഷിക്കാൻ ISRO പുതുതായി വികസിപ്പിച്ച ടെസ്റ്റ് വെഹിക്കിൾ ഏത്?
ബഹിരാകാശ സഞ്ചാരികളെ സുരക്ഷിതമായിട്ട് ഭൂമിയിൽ തിരിച്ചിറക്കുന്നതിനായിട്ട് പാരച്യൂട്ട് സംവിധാനം പരീക്ഷിക്കാൻ ISRO പുതുതായി വികസിപ്പിച്ച ടെസ്റ്റ് വെഹിക്കിൾ ഏത്? ഓപ്ഷൻ എ സോൾവ് ആണ് ശരിയായ ഉത്തരം. 13ാമത്തെ ചോദ്യം, ടി സെല്ലുകളെ നിങ്ങൾക്കറിയില്ലേ ടി സെല്ലുകളെ ലാബിൽ വെച്ച് ജനിതക മാറ്റം വരുത്തി ക്യാൻസർ കോശങ്ങൾ നശിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സ രീതി ഏതാണ്? ടി സെല്ലുകളെ ലാബിൽ വെച്ച് ജനിതക മാറ്റം വരുത്തി ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ രീതി ഏതാണ്? കാർ ടി സെൽ തെറാപ്പി ആണ് ശരിയായ ഉത്തരം. കാർ ടി സെൽ തെറാപ്പി ആണ് ശരിയായ ഉത്തരം. 14ാമത്തെ ചോദ്യം, ബ്രസീലിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് അടുത്തിടെ വിരമിച്ച സൂപ്പർ താരം ആര്? ബ്രസീലിയൻ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് അടുത്തിടെ വിരമിച്ച സൂപ്പർ താരം ആരാണ്? ഓപ്ഷൻ എ നെയ്മർ ജൂനിയർ ആണ് ശരിയായ ഉത്തരം. 15ാമത്തെ ചോദ്യം, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അന്തർവാഹിനികളെയും കപ്പലുകളെയും നിരീക്ഷിക്കാൻ DRDO വികസിപ്പിക്കുന്ന സാങ്കേതിക സംവിധാനത്തിന്റെ പേരെന്ത്? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അന്തർവാഹിനികളെയും അതുപോലെ തന്നെ കപ്പലുകളെയും നിരീക്ഷിക്കാൻ DRDO വികസിപ്പിക്കുന്ന സാങ്കേതിക സംവിധാനത്തിന്റെ പേരെന്ത്? ഓപ്ഷൻ ഡി അണ്ടർ വാട്ടർ ഫൈബർ ഒപ്റ്റിക് സെൻസിംഗ് സിസ്റ്റം എന്നാണ്. 16ാമത്തെ ചോദ്യം, ഉപഗ്രഹങ്ങളുടെ ഭാരവും ചെലവും കുറയ്ക്കുന്നതിനായിട്ട് ISRO വികസിപ്പിച്ച പുതിയ സാങ്കേതിക വിദ്യ ഏത്? ഉപഗ്രഹങ്ങളുടെ ഭാരവും ചെലവും കുറയ്ക്കുന്നതിനായിട്ട് ISRO വികസിപ്പിച്ച പുതിയ സാങ്കേതിക വിദ്യ ഏത്? ഓപ്ഷൻ എ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റം. 17ാമത്തെ ചോദ്യം നോക്കാം. ശാസ്ത്രജ്ഞർ അടുത്തിടെ കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ഉൽക്കഗർത്തം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? അടുത്തിടെ കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ഉൽക്കഗർത്തം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? 17ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓസ്ട്രേലിയ ആണ് ശരിയായ ഉത്തരം. 18ാമത്തെ ചോദ്യം നോക്കാം. അമേരിക്കയുടെ 250ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ട് പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ ഏതാണ്? ഓപ്ഷൻ എ INS സുദർശിനി. 19ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച റെക്കോർഡിന് ഉടമയായ പോർച്ചുഗൽ താരം എല്ലാവർക്കും അറിയുന്നൊരു ഉത്തരമായിരിക്കൂലേ. അന്താരാഷ്ട്ര ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച റെക്കോർഡിന് ഉടമയായ പോർച്ചുഗൽ താരം ആരാണ്? ഓപ്ഷൻ എ ക്രിസ്ത്യാനോ റൊണാൾഡോ. 20ാമത്തെ ചോദ്യം, ഏറ്റവും പുതിയ ആഗോള പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം, ഗ്ലോബൽ പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദ്യം. എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. 125 ആണ്. 21ാമത്തെ ചോദ്യം, ലോകബാങ്കിന്റെ പുതിയ കണക്കുകൾ പ്രകാരം പ്രതിശീർഷ വരുമാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ബീഹാർ ആണ്. 22ാമത്തെ ചോദ്യം, നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാഷണൽ സെൻട്രൽ എർത്ത് സയൻസ് സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി തിരുവനന്തപുരത്താണ്. 80 കപ്പലുകളുടെ നിർമ്മാണത്തിനായിട്ട് അടുത്തിടെ 22,300 കോടിയുടെ ഓർഡർ ലഭിച്ച കേരളത്തിലെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം ഏത്? 80 കപ്പലുകളുടെ നിർമ്മാണത്തിനായിട്ട് അടുത്തിടെ 22,300 കോടിയുടെ ഓർഡർ ലഭിച്ച കേരളത്തിലെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ഓപ്ഷൻ എ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. 24ാമത്തെ ചോദ്യം, ഒരേ കേസിൽ ഏറ്റവും കൂടുതൽ പ്രതികൾക്ക്, അതായത് 38 പേർക്ക് ഒരേ സമയം വധശിക്ഷ വിധിച്ച ചരിത്രപരമായ കേസ് ഏതാണ്? ഓപ്ഷൻ എ അഹമ്മദാബാദ് സ്ഫോടന കേസ്. 2008 അഹമ്മദാബാദ് സ്ഫോടന കേസാണ് ഒരേ കേസിൽ ഏറ്റവും കൂടുതൽ പ്രതികൾക്ക് ഒരേ സമയം വധശിക്ഷ വിധിച്ച ചരിത്രപരമായ കേസ്. 25ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ ഡാറ്റാ സെന്റർ കൊച്ചിയിൽ സ്ഥാപിക്കുന്നത് ഏത് ബാങ്കാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ ഡാറ്റാ സെന്റർ കൊച്ചിയിൽ സ്ഥാപിക്കുന്നത് ഏത് ബാങ്ക് ആണെന്നാണ് ചോദ്യം. ഏതാണ്? ഫെഡറൽ ബാങ്ക്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 26ാമത്തെ ചോദ്യം, ലോകാരോഗ്യ സംഘടനയുടെ WHO റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്ന രണ്ടാമത്തെ കാരണം ഏത് രോഗമാണ്? ഓപ്ഷൻ എ ക്യാൻസർ ആണ്. ഒന്നാമത്തേതാണ് ഹൃദ്രോഗം. ഓക്കെ അല്ലേ? നമുക്ക് ഇതുവരെ പഠിച്ച പോയിന്റ്സ് 26 ചോദ്യങ്ങൾ പഠിച്ചു. ആ 26 ചോദ്യങ്ങളുടെയും ഒന്ന് റിവിഷൻ ആയിട്ട് പെട്ടെന്ന് ഓടിച്ചു പോവാം. GPIN എന്തായിരുന്നു? ഗ്രാമീണ റോഡുകൾ തിരിച്ചറിയാനുള്ള ഡിജിറ്റൽ കോഡ് ആയിരുന്നു ഫുൾ ഫോം ഓർത്തു വെക്കണം.
കെ പ്രകാശ് ബാബുവിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. എന്താണ് 2026 TA മജീദ് സ്മാരക പുരസ്കാര വിജയിയാണെന്ന് ഓർത്തു വെക്കണം. AGI ഫുൾ ഫോം ഓർത്തു വെക്കണം. ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് ആണ്. മനുഷ്യനെ പോലെ തന്നെ സ്വയം ചിന്തിക്കാനും കാര്യങ്ങൾ ഗ്രഹിക്കാനും ശേഷിയുള്ള ആധുനിക AI ആണെന്ന് ഓർത്തു വെക്കണം. ഡ്രോണുകളെ കുറിച്ച് പറഞ്ഞു. കൊച്ചി കോർപ്പറേഷൻ കൊതുക് നശീകരണത്തിനായിട്ട് ഉപയോഗിക്കാൻ പരിഗണിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഡ്രോണുകൾ. കേന്ദ്ര കായിക മന്ത്രാലയത്തെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഏഷ്യൻ ഗെയിംസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മത്സരങ്ങൾ ഇന്ത്യൻ ടീമിനെ ഇനി നേരിട്ട് പ്രഖ്യാപിക്കും. അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപനം അല്ലെ പറഞ്ഞു 250-ാം വാർഷികമാണ് എന്ന് 2026 ജൂലൈ 4 ആയിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ALHA 81005 എന്തായിരുന്നു? അതൊരു ഉൽക്കയുടെ പേരായിരുന്നു അല്ലെ. ചന്ദ്രൻ 3 ലാൻഡിംഗ് നടത്തിയ ശിവശക്തി പോയിന്റിലെ മണ്ണുമായി സമാനതയുള്ള ഒരു ഉൽക്കയാണെന്ന് ഓർത്തു വെക്കണം. പിന്നെ അനുച്ഛേദം 371 പഠിച്ചു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണല്ലേ അനുച്ഛേദം 371. ലഡാക്കിന് സ്വയംഭരണ പദവി നൽകാൻ കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 371. ജീവനി പഠിച്ചു. കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം ഉറപ്പാക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ്. വിക്രം 1 പഠിച്ചു. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ നിർമ്മിത റോക്കറ്റാണ്. വൈഭവ് സൂര്യവംശിനെ കുറിച്ച് പറഞ്ഞു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ്. സോളു എന്ന് പറഞ്ഞ സംഭവം പഠിച്ചു അല്ലെ. എന്താണ്? അതൊരു പാരച്യൂട്ട് ടെസ്റ്റ് വെഹിക്കിൾ ആണ്. ISRO വികസിപ്പിച്ച പുതിയ പാരച്യൂട്ട് ടെസ്റ്റ് വെഹിക്കിൾ ആണ്. കാർട്ട് സെല്ല് തെറാപ്പി പഠിച്ചു. T സെല്ലുകളെ ജനിതക മാറ്റം വരുത്തി ആർബുദ കോശങ്ങളെ നശിപ്പിക്കുന്ന ചികിത്സാ രീതിയാണ്. നെയ്മർ ജൂനിയറിനെ കുറിച്ച് പറഞ്ഞു. എന്താണ്? വിരമിച്ച ഒരു വ്യക്തിയാണല്ലേ നെയ്മർ ജൂനിയർ. ബ്രസീലിൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോറർ ആയിട്ടുള്ള അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച താരമാണ് നെയ്മർ ജൂനിയർ. പിന്നെ DRDO വികസിപ്പിക്കുന്ന അണ്ടർ വാട്ടർ ഫൈബർ ഒപ്റ്റിക് സെൻസിംഗ് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു. UFOSS അല്ലെ. DRDO വികസിപ്പിക്കുന്ന അണ്ടർ വാട്ടർ ഫൈബർ ഒപ്റ്റിക് സെൻസിംഗ് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപഗ്രഹങ്ങളുടെ ഭാരവും ചെലവും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ISRO വികസിപ്പിച്ച സാങ്കേതിക വിദ്യ ഏതാണ്? ഇലക്ട്രിക്കൽ പ്രൊപ്പൽഷൻ സിസ്റ്റം, അതും പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ഉൽക്കഗർത്തം കണ്ടെത്തിയ രാജ്യം പറഞ്ഞു ഓസ്ട്രേലിയ ആണ്. അമേരിക്കയുടെ 250-ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ പറഞ്ഞു INS സുദർശിനി ആണ്. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോനെ കുറിച്ച് പറഞ്ഞു. എന്താണ്? അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച റെക്കോർഡിന് ഉടമയാണ് ആര്? ക്രിസ്ത്യാനോ റൊണാൾഡോ. പിന്നെ 125ന്റെ ഒരു റിപ്പോർട്ടിൽ നമുക്ക് ഇന്ത്യയുടെ സ്ഥാനം 125 ആണ്. ഏതാണ്? ഗ്ലോബൽ പാസ്പോർട്ട് ഇൻഡെക്സിൽ 125-ാം സ്ഥാനമാണെന്ന് ഓർത്തു വെക്കണം. ലോകബാങ്ക് കണക്കുകൾ പ്രകാരം പ്രതിശീർഷ വരുമാനത്തിൽ ഇന്ത്യയിൽ ഏറ്റവും പിന്നി നിൽക്കുന്ന സംസ്ഥാനം ബീഹാർ ആണെന്ന് ഓർത്തു വെക്കണം. നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് NCESSന്റെ ആസ്ഥാനം അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരമാണെന്ന് ഓർത്തു വെക്കണം. 80 കപ്പലുകൾക്കായിട്ട് 22,300 കോടിയുടെ ഓർഡർ ലഭിച്ച കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഓർത്തു വെക്കണം. പിന്നെ അഹമ്മദാബാദ് സ്ഫോടന കേസ് 2008 അഹമ്മദാബാദ് സ്ഫോടന കേസ് പറഞ്ഞു. ഒരു കേസിൽ ഏറ്റവും കൂടുതൽ പ്രതികൾക്ക് അതായത് 38 പേർക്ക് ഒരേ സമയം വധശിക്ഷ വിധിച്ച ചരിത്രപരമായിട്ടുള്ള കേസാണെന്ന് ഓർത്തു വെക്കണം. പിന്നെ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞു. WHO റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്ന 2ാമത്തെ രോഗമാണ് കേട്ടോ. 1ാമത്തെ രോഗം ഹൃദ്രോഗമാണെന്ന് ഓർത്തു വെക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ പഠിച്ചത്. അപ്പൊ എല്ലാവരും കറണ്ട് അഫയേഴ്സ് നല്ലപോലെ പ്രാധാന്യം കൊടുക്കുക. നന്നായിട്ട് കറണ്ട് അഫയേഴ്സ് നോക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.